സ്റ്റെഫി. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു എന്നെ പറയേണ്ട എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ പറ്റി പറയാനാണ്. അതായത് ഐ ബിക്കം എ വിക്ടിം ഓഫ് എ ഫ്രോഡ് ഓർ എ സ്പാം. അതായത് സ്പാം എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും നമ്പർ കൊടുക്കുമോ, ഞാൻ ആരെയും അങ്ങോട്ട് ഡീറ്റെയിൽസ് കൊടുക്കുമോ, ഇങ്ങനെയൊന്നും അല്ലാതെ സംഭവിച്ചത്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സംബഡി ലൂട്ടഡ് മണി. സോ അങ്ങനെയായിരുന്നു ഈ അടുത്തായിട്ട് എനിക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പലർക്കും സംഭവിച്ചിരിക്കാം. സോ ഐ വുഡ് ബെറ്റർ ഷെയർ മൈ ജേർണി ഓർ ഡീറ്റെയിൽസ് വിത്ത് യു. അപ്പോൾ നിങ്ങൾ ന്യൂസിലൻഡിൽ താമസിക്കുന്നവരാണോ? അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഡെൻഡിലാണ് താമസിക്കുന്നത്, ഡെൻഡിൽ ന്യൂസിലാൻഡ്. അപ്പോൾ ഞാൻ ഈ ഫ്രോഡിന് വിക്ടിം അയക്കുന്നത് എൻ്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല, എൻ്റെ ന്യൂസിലാൻഡ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. ഞാൻ പോലും അറിയാതെ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സംബഡി ലൂട്ടഡ് എ ബിഗ് എമൗണ്ട് ഓഫ് മണി. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് അത്ര വലിയ സ്ട്രെസ് ഉണ്ടാവില്ലായി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ വലിയൊരു എമൗണ്ടാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരോ വലിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ നടന്നായിരുന്നു. പക്ഷേ 2 years ആയിട്ട് അൺയൂസ്ഡ് ആയിട്ടുള്ള കാർഡായതുകൊണ്ട് ഞാൻ ആ കാര്യം ആക്ച്വലി ശ്രദ്ധിച്ചില്ല. അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. അതായത് 0.7 സെൻറ്റ് $35 എന്ന ട്രാൻസാക്ഷൻസ് ഓൾറെഡി നടന്നായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അത് എൻ്റെ നെഗ്ലിജൻസ് കൂടെയാണ്. ഞാൻ പോലും അറിയാതെ നടന്ന ട്രാൻസാക്ഷൻ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ആ ചെറിയ എമൗണ്ട് മാറുമ്പോൾ നമ്മൾ അറിയത്തില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം $1,500 ഒറ്റയടിക്ക് വലിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു നെഗറ്റീവ് കാണുന്നു അതിനകത്ത്. ഓൺലൈൻ ബാങ്കിങ്, നമുക്ക് ന്യൂസിലാൻഡിൽ നമ്മളെ ഓൺലൈൻ ബാങ്കിങ് ട്രാൻസ്ഫറിൽ നമുക്ക് ആപ്പിൽ നമുക്ക് കാണാമല്ലോ നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടെന്ന്. പെട്ടെന്ന് ഞാൻ പോലും അൺയൂസ്ഡ് ആയിട്ടുള്ള എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പെട്ടെന്നൊരു എമൗണ്ട് പോയിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് പാനിക്കായി. എൻ്റെ ഫ്യൂ ഫ്രണ്ട്സിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 hours റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ 24 hours പാസ് ചെയ്തു. ഒരു 1 or 2 days കഴിഞ്ഞു. എന്നിട്ട് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അത്രയും നാളെ എൻ്റെ അക്കൗണ്ട് പോലും ചെക്ക് ചെയ്തിട്ടില്ലെന്ന് അർത്ഥം. സോ എനിവേ നമുക്ക് ഇരിക്കപ്പുറത്തേ ഉണ്ടാവില്ലല്ലോ. ഡയറക്ട്ലി കോൾ ദി ബാങ്ക്. ബാങ്കിനെ വിളിച്ചു. ബാങ്കിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് ANZ ആയിരുന്നു. സോ അവർ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് അവരെ ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഓൺലൈൻ അടിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ 24/7 ആയിട്ടുള്ളൊരു നമ്പറുണ്ട്. ഇപ്പോൾ ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് അവർ പിക്ക് ചെയ്യും. ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ടാവും. 1 hour എടുത്തു എൻ്റെ ഒന്ന് പിക്ക് ചെയ്യാൻ. കാരണം ഞാൻ വിളിച്ചത് രാത്രി 9 മണിക്ക് 10 മണിക്ക് കണ്ടായിരുന്നു. സോ എനിവേ എൻ്റെ നൈറ്റ് സമയത്താണ് ഞാൻ അവരെ വിളിച്ചത്. എനിവേ ഞാൻ അവരെ വിളിച്ച് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്യാഷ് ബാക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല, അത് ഫ്രോഡ് ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എന്താ നടന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പാനിക്കായി. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കാര്യങ്ങൾ റിപ്പോർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ ഞാൻ തന്നെ കള്ളത്തരം പറയുവാണോന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. സോ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടാണ് അവരിതിനെപ്പറ്റി ഡിസൈഡ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ എന്താണോ ഔട്ട്കം അതെന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. സോ എൻ്റെ ടെൻഷൻ ഒതുങ്ങിയില്ല. കാരണം ചെറിയ പൈസ ഒന്നല്ല പോയിക്കുന്നത്, $1,500 പോയിക്കുന്നത്. എൻ്റെ ദൈവമേ, എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ. അപ്പോൾ എനിവേ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. എനിക്ക് ഓവർനൈറ്റ് സ്ലീപ്പില്ല. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഞാൻ ന്യൂസിലൻഡ് പോലീസിൽ വിളിച്ച് ഓൺലൈൻ അത് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു. നമുക്കങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ കാര്യം സോർട്ട് ഔട്ട് ചെയ്യപ്പെട്ടാലും ഇങ്ങനെ പലരും ഇങ്ങനത്തെ സ്കാമിന് വിക്ടിംസ് ആയിരിക്കും. സോ എനിവേ ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ വീണ്ടും ANZ വിളിച്ച് അവരുടെ കസ്റ്റമർ കെയറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിട്ടിട്ടുണ്ട് അവരുടെ. അപ്പോൾ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. കാരണം ഞാൻ ഡെനിഡിലാണോ ഉള്ളത്. ട്രാൻസാക്ഷൻസ് എല്ലാം കാണിക്കുന്നത് ഓക്ലൻഡിലാണ്. അവിടുത്തെ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് വന്നേക്കുന്ന ഒരു ബിഗ് ട്രാൻസാക്ഷൻ. അവിടുത്തെ ഏതോ ഒരു ലൈറ്റ് ഹൗസോ അലങ്കാര ബൾബുകൾ വിൽക്കുന്ന സ്ഥലത്തും കണ്ടാണ് 1,400 സംതിങ് അവരെടുത്ത് മാറ്റിയേക്കുന്നത്. പിന്നെ IRDക്കൊക്കെ പൈസ അയച്ചിട്ടുണ്ട് കേട്ടോ. ടാക്സ് അടയ്ക്കാനൊക്കെ എൻ്റെ പൈസ ഉപയോഗിച്ചിട്ടുണ്ട്. എനിവേ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് എൻ്റെ കുറ്റം കൂടെ തന്നെയാണ്. ഐ ആക്സെപ്റ്റ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടിൽ കീപ്പ് ആൻ ഐ. ചെറിയൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. കാരണം അവർ പൈസ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ റിലേറ്റീവിനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ട്രാൻസാക്ഷൻ നടന്നേക്കുന്നത് ഫസ്റ്റ് 7 cents, പിന്നെ $15, പിന്നെ $35 അവർ പൈസ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇറ്റ് ജംപ്ഡ് അപ്പ് ടു $35. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് $1,500. എൻ്റെ സെയിം കേസ്. അപ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരിക്കും എമൗണ്ട് നഷ്ടമായിരിക്കുന്നത്. സോ എനിവേ ഈ കഥകളൊക്കെ ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കീനായിരിക്കാം. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. 24/7 വിളിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഫ്രൗഡ് റീഫണ്ട്
നമ്പറുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അതൊരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെന്ന് അവർക്ക് മനസ്സിലായി. ഞാനല്ല ചെയ്തേക്കുന്നതെന്നും അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഐ എം നോട്ട് ഗുഡ് ഇൻ IT. സോ അവർക്ക് മനസ്സിലായി. സോ എനിക്ക് ഫ്രോഡ് റീഫണ്ട് ആയിട്ട് എനിക്ക് നഷ്ടപ്പെട്ട കംപ്ലീറ്റ് എമൗണ്ട് അവർ തന്നു. സോ വിത്തിൻ 24 hour അല്ല ഞാൻ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ റിപ്പോർട്ട് ചെയ്തത് ആഫ്റ്റർ 2 days ആണ്. 2 days ആയെങ്കിൽ പോലും ദേ ഹാഡ് ഡൺ ഇറ്റ് റിയലി വെൽ. അവർ വെൽ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ എനിക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടി. പക്ഷേ ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അൺയൂസ്ഡ് ആയിട്ടുള്ള കാർഡ്സും കാര്യങ്ങളും ഒക്കെ ഒരു കീപ്പനായി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അക്കൗണ്ട്സിൽ ഒരു കീപ്പനായി ചെയ്യുക. സോ ഇങ്ങനെ എന്തെങ്കിലും ഫ്രോഡ്ലൈൻ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ANZ നമ്പറാണ് ഞാൻ നേരത്തെ ഡിസ്പ്ലേ ചെയ്തത്. എല്ലാ ബാങ്ക്സിനും ഫ്രോഡ്ലൈൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്പേഴ്സ് ഉണ്ട്. റിപ്പോർട്ട് ടു ദം, റിപ്പോർട്ട് ടു ന്യൂസിലൻഡ് പോലീസ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി സോർട്ടഡ് ഔട്ട്. അപ്പോൾ പീസ് ഓഫ് മൈൻഡ് ആയിട്ടിരിക്കുക. അപ്പോൾ you are listening to Chat Sudha TV. Thanks for listening to me, and please put the subscribe button for supporting me. Thank you. Bye-bye.